മാനവ സമൂഹത്തോട് അള്ളാഹു സമയത്തിന്റെ പ്രാധാന്യം വളരെയേറെ കൃത്യമായി ഉണർത്തിയിട്ടുണ്ട്. മനുഷ്യ സമൂഹം മുഴുവനും സമയങ്ങൾ ഉപയോഗപ്പെടുത്താതെ അവന്റെ ജീവിതത്തെ അവൻ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നിഅമതാനി, രണ്ട് അനുഗ്രഹങ്ങൾ, മഗ്ബൂനുൻ ഫീഹിമാ, ആ രണ്ട് അനുഗ്രഹങ്ങളിലും മനുഷ്യൻ നഷ്ടക്കച്ചവടമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഗുബൻ എന്ന് പറഞ്ഞാൽ ഒരു തരം നഷ്ടക്കച്ചവടത്തിനാണ് പറയാ. ആ നിലക്കുള്ള നഷ്ടക്കച്ചവടം, ഇല്ലാത്തൊരു വസ്തുവിന് അതിനുള്ള വിലയേക്കാൾ ഇരട്ടി കൊടുത്ത് വാങ്ങുക, അതല്ലെങ്കിൽ ഒരു വമ്പിച്ച വിലയുള്ള ഒരു വസ്തുവിനെ ഒരു കരക്കാശിന് കൊള്ളാത്തൊരു വസ്തുവിന് പകരമായി വിറ്റ് തൊലക്കുക. ഇതൊക്കെയാണ് ഗുബന്. ആ നിലക്കുള്ള നഷ്ടക്കച്ചവടത്തിലാണ് മനുഷ്യൻ. അസ്സിഹത്ത് വൽ ഫറാഗ്, ആരോഗ്യത്തിന്റെയും ടൈമിന്റെയും കാര്യത്തിൽ മനുഷ്യൻ എന്ന് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് ആ പ്രകാരമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയിരിക്കുകയാണ്. യാതൊരു വിലയുമില്ലാത്ത, ഒരു വിലയും കൽപ്പിക്കേണ്ടതില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി മനുഷ്യൻ അവന്റെ സമയം കൊന്നു തീർക്കുകയാണ്. അങ്ങനെ മഹാഭൂരിപക്ഷം വരുന്ന മനുഷ്യ സമൂഹം നഷ്ടങ്ങളുടെ പട്ടികയിലേക്കാണ് അവന്റെ ദിവസങ്ങളെ എഴുതി തള്ളിക്കൊണ്ടിരിക്കുന്നത്. അതാണ് അല്ലാഹു ഓർമ്മപ്പെടുത്തിയത്. വൽ അസ്ർ, കാലഘട്ടം തന്നെയാണ് സത്യം. കാലം എന്ന് പറഞ്ഞാൽ മാസങ്ങളും ദിവസങ്ങളും അതുപോലെ തന്നെ സെക്കൻഡുകളും മണിക്കൂറുകളും എല്ലാം ഉൾക്കൊള്ളുന്ന സമയം. ആ സമയത്തെ തന്നെ സത്യം ചെയ്തുകൊണ്ട് അല്ലാഹു പറയാണ്, ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. മനുഷ്യ സമൂഹം മുഴുവനും നഷ്ടക്കച്ചവട ചെയ്യുന്നത്. എല്ലാവരും നഷ്ടത്തിലാണ്, എല്ലാവരും നഷ്ടത്തിലാണ്. ആ നഷ്ടത്തിൽ നിന്ന് കരകയറുവാൻ ബുദ്ധിയുള്ളവർക്കേ സാധിക്കൂ. അവർ സമയം ശരിക്കുപയോഗപ്പെടുത്തും, സമയത്തിന്റെ വിലയറിയും, സമയത്തിന്റെ മേന്മയറിയും. അത് പോയി കിട്ടാൻ എന്താ മാർഗമെന്ന് അന്വേഷിക്കുന്നതിന് പകരം അതെനിക്ക് ഉപയോഗപ്രദമായ നിലക്ക് ഉപകാരപ്പെടുത്താൻ എന്താണ് മാർഗമെന്നാണ് അവൻ ചിന്തിക്കുക. അതാരാണ്? ഇല്ലല്ലദീന ആമനു, സത്യവിശ്വാസികൾ ഒഴികെ. വഅമിലു സ്വാലിഹാത്ത്, നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരും ഒഴികെ. വതവാസൗ ബിൽ ഹഖ്, സതുപദേശം കൊണ്ട് പരസ്പരം ഉപദേശിക്കുന്നവരൊഴികെ, ഹഖ് കൊണ്ട് പരസ്പരം ഉപദേശിക്കുന്നവരൊഴികെ. വതവാസൗ ബിസ് സബ്ർ, സഹനം കൊണ്ടും ക്ഷമ കൊണ്ടുമൊക്കെ സ്വയം സഹിക്കാനും സഹനത്തിന്റെ മേഖലകളെ സംബന്ധിച്ച ആളുകളെ ബോധവൽക്കരിക്കാനുമൊക്കെ തയ്യാറാകുന്നവരൊഴികെ. കേട്ട് തഴമ്പിച്ച് മനഃപ്പാഠമുള്ള എല്ലാവർക്കും അറിയാവുന്ന ഈ കൊച്ചു അധ്യായത്തിലൂടെ മനുഷ്യരെ നമ്മുടെ മുമ്പിലുള്ള സമയമാകുന്ന അമൂല്യമായ നിധിയുടെ വിലയാണ് അല്ലാഹു തആല ഓർമ്മപ്പെടുത്തിയിരിക്കുന്നത്. സമയം എന്നത് ആരെയും കാത്തു നിൽക്കുകയില്ല, അത് പെട്ടെന്ന് പെട്ടെന്നാണ് കൊഴിഞ്ഞുപോയിക്കൊണ്ടിരിക്കുന്നത്. രാവും പകലും എന്നൊക്കെ പറഞ്ഞാൽ അതൊരു ഖജാനകളാണ്. ആ ഖജാനകളിൽ നീ എന്താണ് നിറക്കുന്നതെന്ന് നീ എപ്പോഴും ആലോചിക്കണം. രാത്രി പകൽ, രണ്ട് ഖജാനകൾ. ഇഷ്ടം പോലെ വാരിയെടുത്ത് നിറച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ട് സൽക്കർമ്മങ്ങളുടെ പട്ടിക അല്ലാഹു നമ്മളുടെ മുമ്പിൽ നിരത്തി. എത്ര നമുക്കതിൽ ഓരോ ദിവസവും അടുക്കി അടുക്കി വെച്ച് അത് നിറക്കാൻ സാധിക്കുന്നു എന്ന് ചിന്തിക്കണമെന്ന് പ്രഗത്ഭരായ സഹാബികളിൽ നിന്നുള്ള റിപ്പോർട്ടുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഇവിടെയാണ് സഹോദരങ്ങളെ സമയത്തിന്റെയും അതിന്റെ പ്രാധാന്യത്തെ സംബന്ധിച്ച് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അൽ കയ്യിസു മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത് വൽ ആജിസു മൻ നത്ബഅ നഫ്സഹു ഹവാഹാ വതമന്നാ അലല്ലാഹ്. അൽ കയ്യിസു, ബുദ്ധിമാൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ആരാണ് നല്ല ബുദ്ധിജീവി? ഏറ്റവും വലിയ ബുദ്ധിമാൻ ആരാണ്? സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളുടെ അടയാളം പറയാണ്, മൻ ദാന നഫ്സഹു, തന്റെ മനസ്സിനെ ശരിക്ക് കൺട്രോൾ ചെയ്ത് ദുന്യാവിൽ വെച്ച് പരലോകത്തെത്തുന്നതിന്റെ മുമ്പ് തന്നെ ഇന്ന് ഞാൻ എന്തൊക്കെ ചെയ്തു എന്ന് കൃത്യമായി ഒരു ആത്മവിചാരണ നടത്തുന്നവനാണ് ബുദ്ധിമാൻ. അങ്ങനെ വഅമില ലിമാ ബഅദൽ മൗതി, മരണാനന്തരമുള്ള ജീവിതത്തിന് വേണ്ടി പണിയെടുക്കുകയും ചെയ്യുന്നവൻ. ഇടയ്ക്കിടെ ആത്മപരിശോധന നടത്തും. എന്തൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ മണിക്കൂറുകളിൽ സംഭവിച്ചുപോയി, അതിലേതൊക്കെ എനിക്ക് നേട്ടമുണ്ട്, എന്തൊക്കെ കോട്ടമുണ്ട്. കോട്ടങ്ങളുണ്ടെങ്കിൽ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തി നല്ല നല്ല കാര്യങ്ങളിൽ മുഴുകി. വഅമില ലിമാ ബഅദൽ മൗത്ത്, മരണാനന്തരമുള്ള ജീവിതത്തിന് വേണ്ടി അവൻ പണിയെടുക്കുന്നു, അവനാണ് ബുദ്ധിമാൻ. ദുന്യാവിന് വേണ്ടി മാത്രം തൊഴിലെടുത്ത് പണിയെടുത്ത് നടക്കുന്നവനല്ല. വൽ ആജിസു, അശക്തനെന്ന് പറയുന്നത്, ബുദ്ധിയില്ലാത്തവനെന്ന് പറയുന്നത്, മൻ നത്ബഅ നഫ്സഹു ഹവാഹാ,
അവൻ തന്റെ ശരീരത്തെ അവന് തോന്നിയ സുഖങ്ങളുടെ പിന്നാലെ കൊണ്ടുപോകുന്നു. വതമന്നാ അലല്ലാഹി, എന്നിട്ടോ അല്ലാഹനെ പറ്റി അവന് വലിയ പ്രതീക്ഷയുമാണ്. ബുദ്ധിമാൻ എപ്പോഴും വലിയ പേടിയിലും അവന്റെ സമയം വളരെ വിനിയോഗിക്കാൻ വേണ്ടി നന്മയുടെ കാര്യത്തിൽ ശ്രദ്ധാലുമൊക്കെയാകുമ്പോ, ബുദ്ധിയില്ലാത്ത മടയൻ വിചാരിക്കുന്നു ഞാൻ വലിയ ബുദ്ധിമാനാണ്, ഞാൻ വലിയ തന്റേടിയാണ്, ഞാൻ വലിയ തന്ത്രശാലിയാണ്. പക്ഷേ അവന്റെ പ്രവർത്തനം എന്താണ്? തോന്നിവാസമാണ് അവൻ ചെയ്യുന്നത്. അവന്റെ ശരീരത്തിന്റെ ആഗ്രഹങ്ങൾ എന്താണോ, മനസ്സിന്റെ താല്പര്യങ്ങൾ എന്താണോ, അത് ഹഖെന്നോ ബാത്തിലെന്നോ അവൻ നോക്കുന്നില്ല. അവൻ അതിന്റെ പിന്നാലെയാണ് പോകുന്നത്. എന്നിട്ടും അവൻ അല്ലാഹനെ പറ്റി വിചാരിക്കും വല്ലാത്ത മോഹമാണ്, അതൊക്കെ അല്ലാഹ് പുറത്തു തരും, അതൊക്കെ അല്ലാഹ് പുറത്തു തരാതിരിക്കൂല എന്നിങ്ങനെ റബ്ബിനെ സംബന്ധിച്ച് അതിരുകവിഞ്ഞ ഒരു മോഹവും അതേ തിന്മകളുടെ പിന്നാലെയുള്ള കുത്തൊഴുക്കിൽ അവൻ ഒരു തുള്ളിയായി കൊണ്ട് ഒഴുകിപ്പോകുന്ന അവസ്ഥയാണ് മഠയനായ മനുഷ്യന്റെ ജീവിതത്തിലുള്ളതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുന്നു. ഇത്തരത്തിലുള്ള അശ്രദ്ധന്മാരാണ് സമയം കൊല്ലാനും നേരം പോക്കാനും ആഗ്രഹങ്ങളുടെയും സ്വപ്നങ്ങളുടെയും പിന്നാലെ നെട്ടോട്ടമോടുന്നത്. അങ്ങനെ അവൻ ഓടിയോടി തളരുകയാണ്, ഓടി ഓടി അവൻ നടക്കുകയാണ്. തനിക്ക് സുഖം കിട്ടണം, പണം കിട്ടണം, ഭക്ഷണം കിട്ടണം, ആഡംബരം വേണം, സൗകര്യങ്ങൾ വേണം, ദുന്യാവ് വെട്ടിപ്പിടിക്കണം, ഒരുപാട് വേണം, ഒരുപാട് വേണം. ആ ആർത്തി തീരാതെ അവനങ്ങനെ ഓടി ഓടി ഓട്ടത്തിനിടയിൽ മരണത്തിന്റെ മലക്ക് വന്ന് മലക്കിന്റെ മുമ്പിൽ അവൻ കിടന്നു കൊടുക്കുമ്പോൾ ആർത്തിയോടെ അവൻ കെഞ്ചിക്കൊണ്ട് അപേക്ഷിക്കുകയാണ്, റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്, ഒരല്പസമയത്തേക്ക് നീ എന്നെ ഒന്ന് പിന്തിച്ചു തരണേ റബ്ബേ. അങ്ങനെ നീ ഒന്ന് പിന്തിച്ച് തന്നെങ്കിൽ ഫഅസ്സദ്ദഖ വഅകും മിനസ് സാലിഹീൻ, ഞാൻ നല്ല നല്ല കർമ്മങ്ങൾ ചെയ്യും, ധർമ്മം ചെയ്യും, സൽക്കർമ്മങ്ങൾ ഞാൻ പ്രവർത്തിക്കും. അങ്ങനെ ഒരല്പസമയത്തിന് വേണ്ടി സമയം ധാരാളം അവന്റെ മുമ്പിൽ വാരിക്കോരി റബ്ബ് ചൊരിഞ്ഞു കൊടുത്തപ്പോഴും, മണിക്കൂറുകൾ ഇഷ്ടം പോലെ ചൊരിഞ്ഞു കൊടുത്തപ്പോഴും, ദിവസങ്ങളും മാസങ്ങളും ആഴ്ചകളും അവന്റെ മുമ്പിൽ നൽകിയപ്പോഴും അതൊക്കെ ഹറാമ് കാണാനും കേൾക്കാനും സുഖിക്കാനും അത് സമ്പാദിക്കാനും അതിന്റെ പേരിൽ മാത്രം നെട്ടോട്ടമോടാനും ആഖിറത്തിന് വേണ്ടി ഒരല്പസമയം പോലും മാറ്റിവെക്കാതെ നടന്നവൻ എത്രയോ സമയം പോക്കാൻ വേണ്ടി പല വിനോദങ്ങളിലും പലതിലും ഏർപ്പെട്ടവൻ മരണത്തിന്റെ പിടിയിൽ വരുന്ന നേരത്ത് കെഞ്ചി നോക്കുകയാണ് റബ്ബിനോട്, ഒരല്പസമയം ഒന്ന് തരാമോ, ഒരല്പനേരം കൂടി തരാമോ. അല്ലാഹ് പറയുന്നത് വലയ്യു അഖിറല്ലാഹു നഫ്സാ, ഒരാത്മാവിനും അല്ലാഹു പിന്തിച്ചു നൽകുന്നതല്ല. ഒരാത്മാവിനെ അല്ലാഹ് പിന്തിക്കൂല. അവധി എത്തിക്കഴിഞ്ഞാൽ അല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ, നിങ്ങൾ ചെയ്യുന്നതൊക്കെ അല്ലാഹ് നിങ്ങൾക്ക് പറഞ്ഞു തരും കേട്ടോ. നിങ്ങൾ ചെയ്തത് അല്ലാഹ്ക്കറിയാം, ചെയ്യുന്നതറിയാം, അതവൻ സൂക്ഷ്മമായി അറിഞ്ഞ് പറഞ്ഞു തരുന്നവനാണ്. അതുകൊണ്ട് സമയം നഷ്ടപ്പെടുത്തിയ മനുഷ്യനാണ് സമയത്തിന് വേണ്ടി യാചിക്കുന്നു, കെഞ്ചി നോക്കുന്നു. സമയമൊന്ന് പോയി കിട്ടാൻ വേണ്ടി അതേ ഒരു ദിവസം ഒന്ന് ഖുർആനോദാൻ, ഒരക്ഷരത്തിന് 10 പുണ്യം ഓഫർ ചെയ്യപ്പെട്ട ഖുർആനോദാൻ നേരമില്ലാത്തവൻ നല്ല നല്ല സദസ്സുകളിൽ വന്ന് അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ദീനീ പഠനവേദികളിൽ വരാൻ കഴിയാത്തവൻ, ഖുർആൻ വിശദീകരിക്കുന്ന സദസ്സുകളിൽ എത്തിപ്പെടാൻ തിരക്കുള്ളവൻ, ഹദീസ് വിശദീകരിക്കുന്ന വേദികളിൽ എത്തിപ്പെടാൻ തിരക്ക് മുഖേന സാധ്യമല്ലെന്ന് അഹങ്കരിക്കുന്ന മനുഷ്യനതാ സോഷ്യൽ നെറ്റ്വർക്കുകളിൽ അവന്റെ മണിക്കൂറുകൾ അവൻ തള്ളി നീക്കുകയാണ്. ഫേസ്ബുക്കുകളിൽ അവനതാ മുഖം മിനുക്കുകയാണ്. വാട്സപ്പുകളിൽ എന്ത് ചെയ്യണം എന്നറിയാത്ത മനുഷ്യൻ നേരം കൊല്ലുകയാണ്. അതേ 10 മിനിറ്റ് ഒന്ന് ഖുർആനിന്റെ മുമ്പിലിരുന്ന് ഖുർആനോതുമ്പോഴേക്ക് കോട്ടുവായിട്ടത് അടച്ചു വെക്കുന്ന സഹോദരാ, ഓ സഹോദരന്മാരെ, എന്താണ് നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥ? സമയമതാ മണിക്കൂറുകൾ. പത്രപാരായണത്തിന് നമുക്ക് സമയങ്ങളുണ്ട്, മണിക്കൂറുകളുണ്ട്. ന്യൂസ് കേൾക്കാൻ നമുക്ക് ഒരുപാട് സമയങ്ങളുണ്ട്, ന്യൂസ് കാണാൻ നമുക്ക് സമയങ്ങളുണ്ട്, കോമഡി കേൾക്കാനും കാണാനും നമുക്ക് സമയമുണ്ട്, വിനോദങ്ങളിൽ ഏർപ്പെടാൻ നമുക്ക് സമയമുണ്ട്, ഫേസ്ബുക്കിൽ ഇരിക്കാൻ നമുക്ക് സമയമുണ്ട്, ചാറ്റിങ്ങിന് നമുക്ക് നേരമുണ്ട്. അങ്ങനെ സമയം കൊല്ലുന്നു. ആവശ്യമില്ലാത്തതും ആവശ്യമുള്ളതും നിറഞ്ഞുകിടക്കുന്ന സോഷ്യൽ നെറ്റ്വർക്കുകൾ,
അതിലേതാണ് വേണ്ടതെന്ന് പോലും തിരയാനാവാതെ മണിക്കൂറുകളോളം അതിന്റെ മുമ്പിൽ ഭജനമിരിക്കേണ്ടി വരുന്ന മനുഷ്യന്മാർ, അവർ ചിന്തിക്കണ്ടേ, വിലപ്പെട്ട സമയങ്ങളായി കൊഴിഞ്ഞിരിക്കുന്നത് ഞാൻ ആർക്ക് വേണ്ടിയാണ്? അതേ, ആരുടെയെങ്കിലും ഒരു ലൈക്ക് എനിക്ക് കിട്ടിപ്പോയാൽ, ഞാനിട്ട പോസ്റ്റിന് ആരെങ്കിലും ഒന്ന് ലൈക്കടിച്ചു പോയാൽ, ഫേസ്ബുക്കിൽ എന്റെ മുഖത്തിന് എന്തൊരു തിളക്കമാണ്. മനുഷ്യൻ ചിന്തിക്കാതെ പോകുന്നു, എടോ നിന്റെ ഫേസിന് ഇവിടെയല്ല തിളക്കം വേണ്ടത്, ഇവിടെയല്ല നമ്മുടെ മുഖം പ്രസന്നമാവേണ്ടത്. യൗമ തബിയല്ലു വുജൂഹുൻ വതസ്വദ്ദു വുജൂഹ്. ചില മുഖങ്ങൾ വെളുത്ത് പ്രസന്നമാകുന്ന ദിവസമുണ്ട്, ചില മുഖങ്ങൾ കറുത്തിരുണ്ട പോകുന്ന ദിവസമുണ്ട്. അതേ, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരാരോ അവരുടെ മുഖമാണ് പരലോകത്ത് തിളങ്ങുന്നത്, അവരുടെ ഫേസാണ് പരലോകത്ത് പ്രസന്നമാകുന്നത്. വുജൂഹുൻ യൗമഇദിൻ നാദിറത്തുൻ ഇലാ റബ്ബിഹാ നാദിറ. അതേ, മുഖത്തിന് പ്രസന്നത കിട്ടിപ്പോയി, റബ്ബിനെ കാണാൻ ആ മുഖങ്ങൾക്ക് സൗകര്യം കിട്ടിപ്പോകുന്നു. എന്താ കാരണം? ഇവരൊക്കെ സമയം ശരിക്കും ഉപയോഗപ്പെടുത്തിയവരാ, സമയത്തിന്റെ വിലയറിഞ്ഞ് ജീവിച്ചവരാണ്, ആ സമയത്തെ ഒരിക്കലും നഷ്ടപ്പെടുത്തിയിട്ടില്ലാത്തവരാണ്. അതവർക്ക് നല്ല ബോധ്യമുണ്ട്. ഞാൻ എവിടെ എന്റെ മണിക്കൂറുകൾ കളഞ്ഞാലും ഉത്തരം പറയേണ്ട ഒരു ലോകം വരാനുണ്ട്, അതിലേക്ക് അധികമൊന്നും സമയം വേണ്ടി വരില്ല. ലാ തസൂലു ഖദമാ അബ്ദിൻ യൗമൽ ഖിയാമത്തി. എപ്പോഴും കേട്ടുവരുന്ന ഹദീസാണ്, അന്ത്യനാളിൽ ഖിയാമത്ത് നാളിൽ ഒരടിമയുടെയും ഇരുപാദങ്ങളും അതാ അനക്കാൻ സമ്മതിക്കാതെ ഒരേ കാര്യങ്ങൾ അവനോട് ചോദിക്കപ്പെടുകയാണ്, അവൻ ചോദിക്കപ്പെടുകയാണ്. അതിൽ ആദ്യത്തെ ചോദ്യം മൻ ഉംരിഹി ഫീമാ അഫ്നാ, ആയുഷ്കാലത്തെ പറ്റിയാണ് ചോദിക്കുന്നത്. നീ അതെന്തിലാണ് തൊലച്ചു കളഞ്ഞത്? നിന്റെ സമയം നീ എന്തിന് ചെലവഴിച്ചു? നിന്റെ സമയം നീ എന്തിനു വേണ്ടി വിനിയോഗിച്ചു എന്ന കണക്ക് പറയണം. ഇൽമിനെ പറ്റി ചോദ്യമുണ്ട്, എന്തതുകൊണ്ട് പ്രവർത്തിച്ചു എന്ന്. ധനത്തെക്കുറിച്ച് ചോദ്യമുണ്ട്, എവിടെ നിന്ന് കിട്ടി, എന്തിലേക്ക് ചെലവഴിച്ചു എന്ന്. ശരീരത്തെപ്പറ്റി ചോദ്യമുണ്ട്, എന്തിനാണത് ദ്രവിച്ചു പോയത്, ഏതിലാണത് നഷ്ടപ്പെടുത്തിയത്. അതേ, ഓരോ സെക്കൻഡും വിലപ്പെട്ട സമയമാണ്. അത് റബ്ബ് കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, അറിയുന്നുണ്ട്. ആ ബോധമുണ്ടെങ്കിൽ ഞാനും നിങ്ങളും എന്താ ചെയ്യേണ്ടത്? ഓരോ സമയവും എന്റെ റബ്ബിന് ഇഷ്ടപ്പെടുന്നതാണോ ഞാൻ ചെയ്തിട്ടുള്ളത്? അന്ത്യനാളിൽ എന്റെ മുഖം വെളുക്കാൻ വേണ്ടതാണോ ഞാൻ ചെയ്തിട്ടുള്ളത്? അത് ചിന്തിക്കാൻ നമുക്ക് സാധ്യമാകണം. അങ്ങനെയുള്ള ചിന്തകന്മാർക്ക് രാപ്പകലുകളുടെ സമയങ്ങളെ ഉപയോഗപ്പെടുത്താൻ കഴിയുകയുള്ളൂ. അതാണ് അല്ലാഹു സൂറത്തുൽ ഫുർഖാനിലൂടെ ഓർമ്മപ്പെടുത്തിയത്. വഹുവല്ലദീ ജഅലൽ ലൈല വന്നഹാർ ഖിൽഫതൻ ലിമൻ അറാദ അൻ യദ്ദക്കറ ഔ അറാദ ശുകൂറാ. വഹുവല്ലദീ, അല്ലാഹു ആരാണ്? അല്ലദീ ജഅലൽ ലൈല വന്നഹാര ഖിൽഫ. ആ രാത്രിയെയും പകലിനെയും അവനിങ്ങനെ മാറി മാറി വരുന്ന സിസ്റ്റം നിശ്ചയിച്ച് തന്നവനാണ്. രാവ് പോകുന്നു, പകൽ വരുന്നു, ഇങ്ങനെ രാവും പകലും ഇങ്ങനെ മാറി മാറി 24 മണിക്കൂർ മനുഷ്യൻ അവൻ നൽകുന്നു. എന്തിനേ? ലിമൻ അറാദ അൻ യദ്ദക്കറ, ചിന്തിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് ചിന്തിക്കാൻ. ഔ അറാദ ശുകൂറാ, അല്ലാഹുവേ നീ തന്നതാണ് ഈ രാവിന്റെ സമയം, നീ തന്നതാണ് ഈ പകലിലെ വിലപ്പെട്ട സമയം. അതോർത്തുകൊണ്ടത് നൽകിയ റബ്ബിനോട് ശുക്ർ കാണിക്കാൻ ഉദ്ദേശിക്കുന്നവർക്കൊക്കെ വേണ്ടിയാണ് അല്ലാഹ് രാവും പകലും ഈ ടൈം നിശ്ചയിച്ച് തന്നിട്ടുള്ളത്. രാപ്പകലുകൾ ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നത്. ഇതാണ് അല്ലാഹു തആല നമ്മെ ഓർമ്മപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ, ഏറ്റവും വിലപ്പെട്ട ഓരോ സമയവും, ഒരു രാത്രി കടന്നു പോകുമ്പോൾ ഇന്നലത്തെ രാത്രിയിൽ സംഭവിച്ച എന്തെങ്കിലും തിന്മകളുണ്ടോ? പകൽ സമയത്ത് അള്ളാഹുവിനോട് തൗബ ചെയ്യുന്ന ബുദ്ധിമാന്മാർ, പകൽ സമയത്തെ ജീവിതത്തിനിടക്ക് സംഭവിച്ചു പോയിട്ടുള്ള തിന്മകളോർത്ത് രാവുകളിൽ കരഞ്ഞു പ്രാർത്ഥിക്കുന്ന ബുദ്ധിമാന്മാർ, അള്ളാഹു അതിനുവേണ്ടി അവരുടെയൊക്കെ പശ്ചാത്താപം സ്വീകരിക്കാൻ തയ്യാറാണെന്നാണ് അള്ളാഹു തആല പറയുന്നത്. എന്നിട്ടും റബ്ബിന്റെ നിയമങ്ങളെ കാറ്റിൽ പറത്തിയിട്ട് അല്ല നിശ്ചയിച്ചിരുന്ന സമയങ്ങളുടെ മാറി മാറി വരവിനെ, അതേ കാലം മാറി മാറി വരുന്നതിനെ ആഘോഷമാക്കുകയാണ് മനുഷ്യന്മാരെ. നന്മകൾ ചെയ്യാനല്ല, ആഘോഷത്തിമർപ്പുകളിൽ വേണ്ടാത്ത തോന്നിവാസങ്ങളുടെ പിറകെ പോവുകയാണ്. ആഘോഷങ്ങളുടെയും ആർഭാടങ്ങളുടെയും വ്യക്തികളാവുകയാണ്. അതേ, അതിന് ഹാപ്പി പറയാൻ, അതിന് ഹായ് പറയാൻ, അതിന് രൂപത്തിലുള്ള വേണ്ട രൂപത്തിലുള്ള ആശംസകൾ നേരാൻ.
എന്തിനാണ് തന്റെ നാവ് ചലിപ്പിക്കുന്നത്, എന്തിനാണ് താൻ ഇടപെടുന്നതെന്ന് പോലും മനുഷ്യൻ ചിന്തിക്കാതെ പോകുന്നു. അള്ളാഹ്ക്ക് വെറുപ്പുള്ള സംഗതികളിൽ വരെ മനുഷ്യൻ ഇങ്ങനെ ഹാപ്പി പറയുകയാണ്. അതേ, പടച്ച റബ്ബിന് സന്താനമുണ്ടെന്ന് പറയുന്നവരല്ലേ ഒരു വിഭാഗം ആളുകൾ ലോകത്ത്. ആകാശഭൂമികൾ പൊട്ടിപ്പിളരുമാറുള്ള വാക്ക് പറഞ്ഞ അത്തരത്തിലുള്ള ആളുകളുടെ ആഘോഷങ്ങളുടെ ദിവസങ്ങൾക്ക് പോലും മിഠായി വിതരണം നടത്തുന്നവർ, അതിനുവേണ്ടി സ്റ്റാർ തൂക്കുന്നവർ, അതിനുവേണ്ട രൂപത്തിലുള്ള സംവിധാനങ്ങളിൽ പങ്കെടുക്കുന്നവർ, അതിന് ഹാപ്പി പറയുന്നവർ, അതിന് ആശംസ നേരുന്നവർ, അതേ ആരെങ്കിലും ജീവിതത്തിൽ അറിയാതെ അങ്ങനെ പെട്ടുപോയോ, ഗൗരവമറിയാതെ റബ്ബിന് കോപമുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ എന്നെങ്കിലും ആരെങ്കിലും ഇടപെട്ടുപോയോ? ഖുർആൻ പറയുന്നു, സമയം വൈകിയിട്ടില്ല. അഫലാ യതൂബൂന ഇലല്ലാഹി വയസ്തഗ്ഫിറൂനഹു. അവർക്ക് അല്ലാഹുവിലേക്കൊന്ന് തൗബ ചെയ്ത് മടങ്ങിക്കൂടെ? അവർക്ക് അല്ലാഹുവിനോട് പൊറുക്കലിന് ചോദിച്ചുകൂടെ? റബ്ബിന് സന്താനമുണ്ടെന്ന് വാദിച്ച് റബ്ബിനെ ഏറ്റവും കോപിപ്പിച്ച പ്രവർത്തനങ്ങളിൽ മുഴുകിയവരോട് പോലും അല്ലാഹു പറഞ്ഞതാണ് തൗബ ചെയ്തോളൂ, ഇസ്തിഗ്ഫാർ നടത്തി മുസ്ലിമീങ്ങളായിക്കോളൂ എന്ന് പറയുമ്പോ അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നാടോടുമ്പോ നടുവോടണം എന്ന ന്യായം പറഞ്ഞ് ലോകത്ത് എവിടെയെങ്കിലും അതേ ഏതെങ്കിലും ഉത്സവങ്ങളോ മറ്റു കാര്യങ്ങളോ നടക്കുമ്പോൾ മുസ്ലിമാണെന്ന ഐഡന്റിറ്റി കാത്തുസൂക്ഷിക്കാതെ എന്തിന്റെയും പിന്നാലെ പോകുന്ന പ്രവണത, അത് പരലോകത്തെത്തുമ്പോ വിരൽ കടിക്കാനുള്ള പ്രവണതയിലേക്കുള്ള കൂപ്പുകുത്തലാണ്, ആ അധോഗതിയിലേക്കുള്ള അധപ്പതനത്തിന്റെ തുടക്കമാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, അല്ലാഹു തആല നമ്മോട് പറയുന്നത്, നിന്റെ സമയത്തെ നീ എന്തിനു വേണ്ടി ഏതിൽ ചെലവഴിക്കുന്നു എന്നോർത്തോളണം. അതേ, മനുഷ്യൻ നമ്മൾ ജീവിക്കുന്ന ഒരു 60 കൊല്ലം നമുക്ക് ജീവിക്കാൻ ചാൻസ് കിട്ടിയാലോ അതിൽ 30 കൊല്ലവും ഉറങ്ങിത്തീരുകയാണ്. ജീവിതത്തിന്റെ പകുതിയും ഉറക്കത്തിലാണ്. അതുപോലെ തന്നെ ജോലിക്ക് വേണം ഒരുപാട് സമയം, ഭക്ഷണം കഴിക്കാനും വസ്ത്രം അലക്കാനും അതുപോലെ തന്നെയുള്ള ജീവിതത്തിന്റെ മറ്റു ജോലികളിൽ ഏർപ്പെടാനും ഒക്കെ ഒരുപാട് നേരം വേണം. ഇതിൽ തന്നെ ഒരു ദിവസം നമുക്ക് കിട്ടുന്നത് തുച്ഛമായ സമയങ്ങൾ മാത്രമാണ്. ഈ സമയങ്ങൾ പോലും നിസ്കരിക്കാതെ, സുന്നത്ത് നിസ്കരിക്കാതെ, ദിക്ർ ചൊല്ലാതെ, സ്വലാത്ത് ചൊല്ലാതെ, ഖുർആൻ ഓതാതെ, നല്ല മജ്ലിസുകളിൽ വരാതെ, നന്മയുടെ കാര്യങ്ങളിൽ സഹകരിക്കാതെ, അതേ എനിക്ക് ഞാനാണ് വലുത്, എനിക്കെന്റെ കുടുംബമാണ് വലുത്, എന്റെ മക്കളാണ് വലുത്, അതേ അവരുടെ ഭൗതികമായ സുഖങ്ങളാണ് വലുത്, അതിലപ്പുറമൊന്നും എനിക്ക് നോക്കേണ്ടതില്ല, ആരും എന്നെ ഉപദേശിക്കേണ്ടെന്ന രൂപത്തിൽ അഹങ്കാരത്തോടെ ഭൗതികമായ ലോകത്തിന്റെ സുഖങ്ങളുടെ പിന്നാലെ ആ തിരക്കിൽ തന്നെ ജീവിതം അങ്ങ് കഴിച്ചുകൂട്ടുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കപ്പെടുകയാണ്, യാ റസൂലല്ലാഹ് മൻ ഖൈറുന്നാസ്, ജനങ്ങളിൽ ഏറ്റവും ഉത്തമനാരാണ് നബിയെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മറുപടി, മൻ ത്വാല ഉംറുഹു വഹസുന അമലുഹു, ആരുടെ ആയുസ് ദീർഘിച്ചു കിട്ടിയോ, ഒരേ കാലം ജീവിക്കാൻ ഭാഗ്യം കിട്ടിയവനാണ് സൗഭാഗ്യവാൻ. വഹസുന അമലുഹു, കിട്ടിയ സമയങ്ങളൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി അവൻ ചെലവഴിച്ചു കഴിഞ്ഞു, അവനാ ഏറ്റവും വലിയ സൗഭാഗ്യവാൻ. അതുകൊണ്ട് കിട്ടുന്ന സമയങ്ങൾ അല്ലാഹു റബ്ബുൽ ആലമീനിന് ഇഷ്ടമാകുന്ന നിലക്ക് ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, പ്രിയമുള്ളവരെ, ആരെയും കാത്തു നിൽക്കാത്ത നേരമാണ് സമയം. അതിങ്ങനെ പെട്ടെന്ന് കഴിഞ്ഞ വെള്ളിയാഴ്ച എപ്പോഴേ ഇപ്പൊ ഇവിടെ ഇരുന്നത്, എപ്പോഴേ ഞാനിവിടെ നിന്നത്, നമ്മളൊക്കെ ആലോചിക്കും, എത്ര പെട്ടെന്ന് അടുത്ത വെള്ളി വന്നു, ഇനി എത്ര പെട്ടെന്ന് മാറി വരുന്നു, വയസ്സിങ്ങനെ കൂടുക, ഓരോരുത്തരിങ്ങനെ പോവുക, പള്ളിയിൽ ഉണ്ടായിരുന്നവരെ എണ്ണം ചുരുങ്ങുക, പലരെയും കാണാതാവുക, പലരും എവിടെ പോയി നമ്മൾ അന്വേഷിച്ചിട്ടില്ല, അറിഞ്ഞിട്ടില്ല, പലരും ഖബറുകളിലാണ്, പലരും നുരുമ്പിപ്പോയി, പലരും അവരുടെ അമലുകളുടെ ലോകത്തേക്ക് പോയി, പലരും അത് കാത്തു കിടക്കുന്നു, പലരും വിചാരിക്കുന്നു ഞാൻ വലിയ ആരോഗ്യവാനാ, ഒന്നും സംഭവിക്കൂല അടുത്തൊന്നും. ആ ആഗ്രഹത്തിനിടയ്ക്ക് പെട്ടെന്നവരും അടിച്ചുപോയി. അല്ലാഹുവേ, ഈമാനുള്ള മരണം നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. സഹോദരന്മാരെ, അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥന സാർത്ഥകമാകുന്ന നിലക്ക് ജീവിതത്തിന്റെ വിലപ്പെട്ട സമയങ്ങളെ അള്ളാഹ്ക്ക് കോപമുള്ള വെറുപ്പുള്ള ഒന്നിലേക്കും വിനിയോഗിക്കാതെ റബ്ബിന് ഇഷ്ടമുള്ള കാര്യങ്ങളിലേക്ക് മാത്രം വിനിയോഗിച്ചുകൊണ്ട് നാം നമ്മുടെ സമയങ്ങളെ പരമാവധി ഉപയോഗപ്പെടുത്തുക. റബ്ബുൽ ആലമീൻ നമുക്ക് അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന സമയങ്ങൾ അവന് തൃപ്തിപ്പെടുന്ന നിലക്ക് മാത്രം വിനിയോഗിക്കാൻ തൗഫീഖ് നൽകപ്പെടുന്ന സജ്ജനങ്ങളിൽ, മഹാഭാഗ്യവാന്മാരിൽ അല്ലാഹു നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്.